സ്വാതന്ത്ര്യം തെല്ലുമില്ലാതെഴുമടിയനഹോ നിന്റെ സംപ്രേരണത്താൽ ജന്മാദാഹങ്കാരനായി പലതുമഖമനുഷ്ഠിക്കിലും ശിഷ്യനാമോ നീതാങ്ങേണ്ടു ജഗത്തെ ഭഗവതി നരകീപ്പിന്തിലിപ്രകാരം മാതാവേ കാത്തുരക്ഷിക്കുക കഴലിണയിൽ ക്ഷീണനായി വീണുരെന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നമ്മൾ നവമസ്കന്ധത്തിലെ 26-ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാവിത്രി ഉപാഖ്യാനം എന്ന് പറയും. അതിൽ അശ്വപതി എന്ന രാജാവ് അദ്ദേഹത്തിന് സന്താനലാഭമില്ലാതെ കണ്ട് 100 വർഷം ഇന്ദ്രിയ സംയമനങ്ങളെയെല്ലാം ചെയ്ത് അദ്ദേഹം പുഷ്കരതീർത്ഥത്തിലേക്ക് ചെന്ന് അവിടെ വെച്ച് സാവിത്രി ദേവിയെ തപസ് ചെയ്യുകയുണ്ടായി. ദർശനം കിട്ടിയില്ലെങ്കിലും ഒരു അശരീരിയാണ് കിട്ടിയത്. ഗായത്രി മന്ത്രം 10,00,000 ജപിക്കുക എന്ന ആ അശരീരി കേട്ട അദ്ദേഹം എണീറ്റപ്പോഴേ യാദൃച്ഛികമായിട്ട് അവിടെ എത്തിപ്പെട്ട പരാശര മഹർഷിയെ കാണാൻ അദ്ദേഹത്തിന് ഇടയുണ്ടായി. വേദവ്യാസ ഭഗവാന്റെ പിതാവായിട്ടുള്ള പരാശര മഹർഷി, അദ്ദേഹം അശ്വപതിക്ക് ആ ഗായത്രി മന്ത്രങ്ങളുടെ വിശേഷ ഗുണങ്ങളെ, അവിടെ ഫലങ്ങളെ ഉപദേശിക്കുന്ന ഭാഗം പറഞ്ഞു വന്നപ്പോഴാണ് 1000 തവണ ജപിച്ചാൽ 1 വർഷത്തെ പാപമെല്ലാം നശിക്കുമെന്ന് പറയുന്നു. പിന്നീട് തുടർന്ന് പറയാണ് 1,00,000 പ്രാവശ്യം ജപിച്ചാലോ, അപ്പോൾ ഒരു ജന്മത്തെ പാപം തീരും. 10,00,000 ജപിക്കുന്നത് കൊണ്ട് അന്യജന്മത്തെ പാപം പോകും. 100,00,000 ജപിക്കുന്ന പക്ഷം സർവജന്മങ്ങളിലെയും പാപമൊക്കെ നശിക്കും. അതിൻ്റെ 10 ഇരട്ടി ജപിക്കുന്നത് കൊണ്ട് ബ്രാഹ്മണർക്ക് മുക്തി ലഭിക്കും. വിരലുകൾ തമ്മിൽ വിടവുണ്ടാകാത്ത വിധം വലതുകൈ പാമ്പിൻ പത്തി പോലെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് വിരലുകളുടെ അഗ്രം കുനിച്ച് അനങ്ങാതെ കീഴോട്ട് നോക്കി ബ്രാഹ്മണൻ ഗായത്രി ജപിക്കണം എന്നാണ് പറയണത്. മോതിരവിരലിൻ്റെ താഴോട്ട് വലം വയ്ക്കുന്ന ക്രമത്തിന് ചുണ്ടുവിരലിൻ്റെ ചുവടെ വരെയുള്ള രേഖകളെ പെരുവിരലിൻ്റെ അഗ്രം കൊണ്ട് തൊട്ടെണ്ണി ജപസംഖ്യ കണക്കാക്കാം. ഇതാണ് കൈകൊണ്ട് എണ്ണുമ്പോഴുള്ള ക്രമം. താമരക്കുരു കൊണ്ടുണ്ടാക്കിയതോ അല്ലെങ്കിൽ ശുദ്ധ സ്ഫടികം കൊണ്ടുണ്ടാക്കിയതോ ആയിട്ടുള്ള മാല കൊണ്ടും തീർത്ഥസ്ഥാനങ്ങളിലും ദേവാലയങ്ങളിലും വെച്ചൊക്കെ ജപിക്കാം. ജപമാല അരയാലിൻ്റെ ഇലയിലോ താമരയുടെ ഇലയിലോ ശ്രദ്ധാപൂർവം വെച്ച് ഗുരോജന ജലത്താൽ ഗായത്രി മന്ത്രം കൊണ്ട് അഭിഷേകം ചെയ്യണം. പിന്നെ വിദ്യാവണ്ണം അത് തൊട്ട് 100 ഉരു ഗായത്രി ജപിക്കണം. അല്ലെങ്കിൽ പഞ്ചഗവ്യം കൊണ്ട് അഭിഷേകം ചെയ്ത് മാല ശുദ്ധമാക്കണം. അല്ലെങ്കിൽ ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്ത് ആ തുളസിമാലയെ ശുദ്ധമാക്കണം. ഇങ്ങനെ ഈ ക്രമത്തിൽ 10,00,000 ജപിച്ചാൽ 3 ജന്മങ്ങളിലും പാപം തീർന്ന് സാവിത്രി ദേവിയെ അങ്ങയ്ക്ക് ദർശിക്കാൻ കഴിയും എന്ന് പരാശര മഹർഷി പറയാണ്. സന്ധ്യാവന്ദനവും മുടങ്ങാതെ ദിവസവും കാലത്തും ഉച്ചയ്ക്കും ശുദ്ധചിത്തത്തിനായിട്ട് ചെയ്യേണ്ടതാണ്. സന്ധ്യാവന്ദനങ്ങൾ ത്രികാല സന്ധ്യാവന്ദനം എന്നാണ് പറയുക. കാലത്ത്, മധ്യാഹ്നം, വൈകിട്ട്. പ്രാതസന്ധ്യാവന്ദനം, സന്ധ്യാവന്ദനം അല്ലെങ്കിൽ മാധ്യാഹ്നികം എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് ഉള്ള സന്ധ്യാവന്ദനം, സന്ധ്യയ്ക്ക് ചെയ്യുന്നതായിട്ടുള്ള സന്ധ്യാവന്ദനം. അങ്ങനെ 3 സമയത്താണ് ചെയ്യുന്നത്.
ഈ സന്ധ്യാവന്ദനങ്ങൾ ചെയ്യാത്തവൻ, പ്രത്യേകിച്ച് ബ്രാഹ്മണൻ, മറ്റ് ഒരു കർമ്മങ്ങൾക്കും യോഗ്യനല്ല എന്നാണ് പറയണത്. അർഹതയില്ലാതെ കർമ്മം ചെയ്യുന്നവന് ഫലം സിദ്ധിക്കില്ല എന്ന് പ്രത്യേകം എടുത്തു പറയണ്ടല്ലോ. അപ്പോൾ ഒരു ബ്രാഹ്മണനാണെങ്കിൽ മറ്റെന്ത് ചെയ്തോ ചെയ്തില്ലയോ ത്രികാല സന്ധ്യാവന്ദനം ചെയ്യണം, ഗായത്രി ജപമെങ്കിലും ചെയ്യണം എന്നൊക്കെയാണ് പറയുക. അപ്പോൾ പ്രാതസന്ധ്യ, മധ്യാഹ്നസന്ധ്യ, സായം സന്ധ്യ ഇത് മൂന്നും ചെയ്യേണ്ടതാണ് എന്നുള്ളത് അതിൻ്റെ ആ മഹത്വത്തെ അവിടെ എടുത്തു പറഞ്ഞു. പ്രാതസന്ധ്യയും സായം സന്ധ്യയും ഉപാസിക്കാത്തവനെ ബ്രാഹ്മണരുടെ സകല കർമ്മങ്ങളിൽ നിന്നും ശൂദ്രനെ പോലെ ബഹിഷ്കരിക്കേണ്ടതാണ് എന്നൊക്കെ അവിടെ പറയണത്. ജീവിച്ചിരിക്കുന്ന കാലമത്രയും ത്രിസന്ധ്യകളെയും ഉപാസിക്കുന്ന ബ്രാഹ്മണൻ തേജസ്സുകൊണ്ടും തപസ്സുകൊണ്ടും സൂര്യന് തുല്യനായി ഭവിക്കും. അവൻ്റെ പാദരേണു അണിയുന്ന ഭൂമി പവിത്രമായിത്തീരും. സന്ധ്യ അനുഷ്ഠാനത്താൽ പരിശുദ്ധനും തേജസ്വിയുമായ ബ്രാഹ്മണൻ ജീവൻ മുക്തനാവും. ആ ബ്രാഹ്മണന്റെ സ്പർശനമാത്രത്താൽ തീർത്ഥങ്ങൾ പരിശുദ്ധങ്ങളാവും. ഗരുഡനെ കണ്ട പാമ്പ് എന്ന പോലെ പാപങ്ങളൊക്കെ അവരുടെ ദർശനമാത്രം കൊണ്ട് തന്നെ ഇല്ലാതെ കണ്ടാവും. ഈ മഹാത്മാക്കളെയൊക്കെ ദർശനം ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പം ദർശനം കൊണ്ട് തന്നെ ഫലം കിട്ടും എന്നാണ് പറയണത്. അവരെ കാല് പിടിച്ചോ ഇല്ലയോ, സേവനം ചെയ്തോ ഇല്ലയോ, അവർ നമ്മളെ കണ്ടോ ഇല്ലയോ, അവർ നമ്മളെ അനുഗ്രഹിച്ചോ ഇല്ലയോ, ഇതൊന്നും നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ചിലപ്പോൾ നമ്മൾ പോവും. ഇപ്പം ശങ്കരാചാര്യ സ്വാമികളായ മാതിരിയുള്ള വലിയ വലിയ സ്വാമിമാരൊക്കെ വരുന്ന സമയത്ത്, അമൃതാനന്ദമയി അമ്മ, അങ്ങനെ വലിയ വലിയ മഹാത്മാക്കളെയൊക്കെ വരുന്ന സമയത്ത് ഇപ്പം നമുക്കൊന്നും പോയാൽ ചിലപ്പോൾ അവർ നമ്മളെ നേരിട്ട് കണ്ടുവന്നോ അവരുടെ കാലിലൊക്കെ വീണ് നമസ്കരിക്കാൻ നമുക്ക് പറ്റിയെന്നൊന്നും വരില്ല പല സമയത്തും. പക്ഷേ അതിൻ്റെ ആവശ്യമല്ല. അവരെ നമ്മൾ കണ്ടാൽ തന്നെ മതി, നമുക്ക് നമ്മളുടെ പാപങ്ങളൊക്കെ പോയി നമ്മൾ പരിശുദ്ധമാവും എന്ന് പറയുകയാണ്. സ്വച്ഛയാ ത്രിസന്ധ്യ അനുഷ്ഠിക്കാത്ത ബ്രാഹ്മണൻ ചെയ്യുന്ന പിതൃകർമ്മം പിതൃക്കളോ പൂജ ദേവന്മാരോ സ്വീകരിക്കില്ല. മൂലപ്രകൃതിയെ ഭജിക്കാത്തവനും ആ മന്ത്രം കൊണ്ട് അർച്ചിക്കാത്തവനും ആ ദേവിയുടെ ഉത്സവം നടത്താത്തവനും വിഷമില്ലാത്ത പാമ്പിന് തുല്യനാണ് എന്നൊക്കെ ഇവിടെ ദേവി ഭാഗവതത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയണത്. വിഷ്ണുമന്ത്രം ജപിക്കാത്തവൻ, ത്രിസന്ധ്യകൾ അനുഷ്ഠിക്കാത്തവൻ, ഏകാദശി വ്രതം ആചരിക്കാത്തവനായിട്ടുള്ള ബ്രാഹ്മണനൊക്കെ വിഷഹീനനായ സർപ്പത്തിന് തുല്യനാണ്. ഹരിക്ക് നിവേദിക്കാതെ ഭുജിക്കുന്നവൻ, വസ്ത്രം അലക്കുന്നവൻ, കാളപ്പുറത്ത് സഞ്ചരിക്കുന്നവൻ, ശൂദ്രാന്നം ഭുജിക്കുന്നവൻ, ഇങ്ങനെയൊക്കെ ബ്രാഹ്മണൻ വിഷഹീനനായ പാമ്പിന് തുല്യനാണ്. ഇപ്പം ഇവിടെ നമ്മൾ അർത്ഥമെടുക്കുന്ന സമയത്ത് അത് ശരിക്കും മനസ്സിലാക്കണം. ഇന്നത്തെ അർത്ഥം അല്ല, 5200 വർഷം മുമ്പ് വേദവ്യാസൻ ഭാഗവതാദി പുരാണങ്ങൾ രചിച്ചപ്പോൾ കണ്ടിരുന്നതായിട്ടുള്ള അർത്ഥങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ പൂണൂലിട്ടവനെ ബ്രാഹ്മണൻ എന്നൊക്കെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ശൂദ്രന് ജനിച്ചവൻ ശൂദ്രൻ എന്നൊക്കെ. അങ്ങനെയൊന്നും ശാസ്ത്രങ്ങൾ പറയണില്ല. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 4 വർണ്ണങ്ങളും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നുള്ളത് ഹേ അർജുന ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എപ്രകാരം? ഗുണകർമ്മ വിഭാഗശ, അവരുടെ ഗുണങ്ങൾ സത്വ രജ തമോ ഗുണങ്ങളെ അനുസരിച്ചും അവർ ചെയ്യുന്ന കർമ്മങ്ങൾ, അവരെന്ത് പ്രവൃത്തി ചെയ്യണോ അതിനെ ആസ്പദമാക്കിയാണ് ഞാൻ ഈ വർണ്ണങ്ങളെ സൃഷ്ടിച്ചത് എന്ന് അവിടെ ഭഗവാൻ തീർത്തു പറയുന്നുണ്ട്. അപ്പോൾ അതിനെ മനസ്സിലാക്കാതെ കണ്ട് നമ്മൾ ഈ വർണ്ണങ്ങളെ പറഞ്ഞു നടക്കുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. പൂണൂലിട്ടവനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കും എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ഇവിടെ തന്നെ കണ്ടില്ലേ, പൂണൂലിട്ടവനാണെങ്കിലും ആ നിത്യകർമാനുഷ്ഠാനങ്ങളൊക്കെ വേദോക്തമായിട്ട് പറയുന്ന വിധത്തിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവനെയൊന്നും ബ്രാഹ്മണന്റെ ഇതിൽ കൂട്ടേണ്ട ആവശ്യമില്ല, കൂട്ടരുത്. അവനും കർമ്മം കൊണ്ട് ശൂദ്രൻ തന്നെയാണ് എന്നാണ് പറയണത്.
ഏതായാലും ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്ന് സമയം കഴിഞ്ഞിരിക്കെ കൊണ്ട് ഇവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ശ്രീഹരയേ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.